ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഓം ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരവേ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഓംകാരം ബ്രഹ്മബിന്ദുസ്തം ലോകാലോകപ്രവർത്തകം ശ്രീകൃഷ്ണപരമാത്മാനം ഭഗവന്തം ഭജാമ്യഹം. കേൾക്കടോ ബാണാസുരൻ തന്മകൾ തന്നെ വെട്ടാൻ ആക്കവേറിയിടും പ്രദ്യുമ്നാത്മജൻ അനിരുദ്ധൻ. ഉത്തമൻ മഹാബലി തനിക്കു 100 പുത്രർ ഉത്ഭവിച്ചതിൽ മുൻപൻ ബാണനെന്നറിഞ്ഞാലും ശങ്കര നൃത്തകാലേ മുരശുവാദ്യങ്ങളാൽ ശങ്കരം വിശേഷമായി സേവിച്ചു ബലിപുത്രൻ ഭക്രവത്സലൻ ഹരൻ സന്തുഷ്ടനായിട്ടപ്പോൾ ഭക്തനാം ബാണൻ തനിക്ക് 1000 ബാഹു നൽകി. പിന്നെയും അരുൾ ചെയ്തു വേണ്ടുന്ന വരങ്ങളെ നന്നായി വരിച്ചുകൊള്ളുന്നിതു ശിവൻ താനും. അന്നേരം അപേക്ഷയായെന്നുമൻ ഗൃഹം കാത്തുമെന്നെ രക്ഷിച്ചുകൊള്ളുക വേണമെന്നർത്ഥിച്ചിതു. അന്നേരം ഗുഹഗണേശാദിഭൂതങ്ങളോടും പന്നകവിഭൂഷണൻ പാർവതിയുക്തനായി ചെന്നു ബാണന്റെ പുരഗോപുരേ വാണിയിടിലൻ. ചന്ദ്രശേഖരം വന്നിച്ചുദ്ധത വീര്യമതം തന്നുള്ളിൽ വളർന്നു ചൊല്ലിടിനാൻ ബാണാസുരൻ. നിൻ തിരുവടി തന്ന ഹസ്തങ്ങൾ എനിക്കിന്നു സന്തതം ഭാരമായി വന്നിതു സഹസ്രവും. എന്നോട് യുദ്ധം ചെയ്യുവാൻ നിന്തിരുവടി ഒഴിഞ്ഞിന്നോർത്താൽ ഒരുവനുമില്ലല്ലോ ലോകങ്ങളിൽ. ഇത്തരം ബാണവാക്യം കേട്ടുകോപിച്ചു ശിവൻ സത്വരം ചൊന്നാൻ. കേട്ടുകൊള്ളുക ബലിസുത, നിന്നുടെ കേതു മുറിഞ്ഞിടുന്ന നാളിൽ വരും. എന്നോട് തുല്യനേകൽ നിന്നോട് പൊരുതവൻ നിന്നുടെ ബലവതം അടക്കുമെന്നു കേട്ട് നന്ദിച്ചു ബലിസുതൻ മാനസേ. ദുർമതത്താൽ മാനിച്ചു കേതുതല്ല ദിവസം നോക്കി നോക്കി വാണിത്. അങ്ങൊരു ദിനം ബാണന്റെ മകളായ ഏണാംഗമുഖിയവൾ ശിവനെ വന്ദിപ്പാനായി ചെന്ന് വന്ദിച്ചിതപ്പോൾ ശങ്കരൻ അനുജ്ഞയും നന്നായി വരികെന്നു നൽകിയ നേരം അവൾ ശങ്കരൻ തന്നംഗത്തിലിരിക്കും ഗൗരി തന്നെ പങ്കജമുഖി ഉഷ കണ്ടു ചിന്തിച്ചു ചിത്തേ. എനിക്കും ഇതുപോലെ നല്ല കാന്തനുമായി രമിച്ചു വസിപ്പതിനെന്നു കൈവരും എന്നു നിനച്ചു കന്യകതൻ ചിത്തത്തെ കണ്ടു ദേവി. മന്ദഹാസവും പൂണ്ടങ്ങുഷയോടരുൾ ചെയ്തു. സുന്ദരി, തവ ചിത്തം ഞാൻ അറിഞ്ഞതുമെടോ. ഇന്നേക്കു മുതൽ
3 ദിനത്തിലകം സ്വപ്നേ നിന്നെയും രമിപ്പിച്ചു പോയിടും ഒരു പുമാൻ. നിന്നുടെ കാന്തനവൻ താനായി വരുമതിനൊന്നുമേ സന്ദേഹമില്ലെന്നതു കേട്ട നേരം വന്നിച്ചു ലജ്ജയൊടും ചെന്ന് ഉഷഗൃഹം ബുക്കാൾ. ചണ്ഡികാദേവി വാക്യം ചിന്തിച്ചുള്ളിൽ ചണ്ഡിക പറഞ്ഞുള്ള 3 നാൾ ചെന്ന ശേഷം വിഭ്രമത്തോട് തളർന്നുറങ്ങിയവളപ്പോൾ ശുഭ്രവാൾക്കൊരുമാൻ വന്നവൻ കിനാവിങ്കലൊന്നിച്ചു രമിപ്പിച്ചിരുന്നു കേട്ട് ഉഷതാരും ചിത്തവിഭ്രമത്തോട് പുണർന്നാളവൾ. തഥാ ചിത്തമോഹന കാമസുന്ദരം കാണായകയാൽ അയ്യോ ചതിച്ചിതോ എൻ കാന്ത ഭവാൻ എന്നും അയ്യേലും എരിമുറയിട്ടൊരു ദുഃഖത്തോടെ അന്നേരം ബാണമന്ത്രിയാകിയ കുംഭണ്ഡാഖ്യനെന്നവൻ തന്റെ പുത്രി ചിത്രലേഖയാം തോഴി രോദനം കേട്ടിട്ട് അവൾ ഉണർന്നങ്ങുഷയോട് മോദമോടുര ചെയ്താൾ. മന്ദഹാസവും പൂണ്ടു എങ്ങു പോയിതു നിന്റെ കാന്തനാം മനോഹരൻ സുന്ദരീ വിവാഹവും ചെയ്തതാരണോ ചൊൽക. നിന്നെയും ചതിച്ചങ്ങുപോയ കാന്തനങ്ങേവൻ സുന്ദരീ ഞാനു പറഞ്ഞില്ലതു പറയണം എന്നതു കെട്ട നേരം ഉഷയും ചൊല്ലിയിടിനാൾ. നിന്നുടെ ഹാസ്യമല്ല എൻ മനസ്താപം പാരം സുന്ദരനായിടുന്ന പുരുഷനോടും കൂടി കന്ദർപ്പലീല പുള്ളുകിടന്നെങ്കിനാവിൽ ഞാൻ ചിത്തവിഭ്രമത്തോടങ്ങുണർന്നു നോക്കുന്നേരം ചിത്തജതുല്യൽ തന്നെ കണ്ടതുമില്ല. ഞാനും സുന്ദരനായിടുന്നൊരവനെ പിരിഞ്ഞിനി എന്നുമേ ജീവിച്ചിരുന്നിടുകയില്ല ഞാനും. ഇത്തരം ഉഷാവാക്യം കേട്ട് കുംഭാണ്ഡപുത്രി ചിത്തസാമർഥ്യം ഏറ്റമുള്ളവളതു നേരം ചിത്രരൂപമായി ഓരോ പുരുഷന്മാരെയെല്ലാം എത്രയും തുല്യമായിട്ടെഴുതി ചിത്രലേഖ. ദേവവംശങ്ങളെയും മാനുഷവംശത്തെയും ദേവരാം കൃഷ്ണരാമ പ്രദ്യുമ്നരിവരെയും നന്നായിട്ട് എഴുതിനാളെന്നതിൽ പ്രദ്യുമ്നനെ സുന്ദരി ഉഷ കണ്ടു ലജ്ജയാ നിൽക്കുന്നതു കണ്ട് അതു നേരം ചിത്രലേഖയും അനിരുദ്ധം കണ്ടതുപോലെ ചിത്രമെഴുതി കാണിച്ചപ്പോൾ സുന്ദരി ഉഷ മമകാന്തനി പുമാനെന്നാൾ. അന്നേരം ചിത്രലേഖ ചൊല്ലിനാൾ ഖേദിയാതെ നിന്നുടെ കാന്തം വരുത്തിയിടുവനിപ്പോൾ ഞാനുമെന്ന് കുംഭാണ്ഡപുത്രി പറഞ്ഞു പുറപ്പെട്ടു. അന്യന്മാരും അറിയാതെ അവൾ മായയാലെ ദ്വാരകാപുരിമുക്കുനിദ്രയിൽ അനിരുദ്ധം പാരാതെ കൊണ്ടുപോന്ന് സഖിക്കു നൽകിയിടിനാൾ. കാമനന്ദനൻ തന്റെ കായവൈഭവം ചൊല്ലുവാനാമല്ല പണി എന്നതേ പറയുന്നു. സുന്ദരരാകും അവനൊന്നിച്ച് ബാണപുത്രി തന്നുടെ ദുഃഖം വിട്ടുവാണിതു സുഖത്തോടെ സുന്ദരിയോടും അനിരുദ്ധനും അതുപോലെ
അന്യോന്യം ചേർന്ന് രാഗം വർദ്ധിച്ചുവാണ് മൂലം കാലം പോയതും ഏതും അറിഞ്ഞതില്ലെന്നവർ ബാലോകരറിയാതെ ഗൂഢമായിരുവരും രമിച്ചു വസിക്കുന്ന കന്യകാ ചിഹ്നങ്ങളാൽ ഗണിച്ചു പുരസ്ത്രീകൾ കന്യകൈവൾ കോർത്താൽ പുരുഷ സംഘമുണ്ടു സംശയമില്ല എന്നും പുരവാസികൾ തമ്മിൽ രഹസ്യവാക്യമായി കന്യക തന്റെ കാവൽക്കാരായോരൊരു ദിനം സുന്ദരമനിരുദ്ധം കണ്ടു. കന്യകയോടും ചിത്തത്തിൽ ഭയം പൂണ്ടു ബാണനോട് അവസ്ഥകൾ ചിത്തവിഭ്രമത്തോടു ചൊല്ലിനാർ രക്ഷിവൃന്ദം. ദൂഷണവാക്യം കേട്ടു ദുഃഖേന ബാണാസുരൻ രോഷവും പൂണ്ട് കന്യതരുടെ ഗൃഹം പുക്കു സുന്ദരപ്രബലനായിടുന്ന പുമാനോട് ഒന്നിച്ചു വസിക്കുന്ന പുത്രിയെ കൺകയാൽ എത്രയും വിസ്മയത്താൽ കോപവും പൂണ്ടു. ബാണൻ സത്വരം ബന്ധിപ്പിനെന്നിങ്ങനെ പറഞ്ഞിതു. ദൈത്യേന്ദ്രവാക്യത്താലെ ദൈത്യരങ്ങടുത്തപ്പോൾ എത്രയും കോപത്തോടും അനിരുദ്ധനും വേഗം മെച്ചമേറിയിടും വട്ടപരിഹമെടുത്തിട്ടു തച്ചുകൊന്നൊടുക്കിനാൻ. ദൈത്യഭൃത്യരെയെല്ലാം സൈന്യങ്ങൾ നശിച്ചതു കണ്ടൊരു നേരം ബാണൻ ദൈന്യവും പൂണ്ടു ഗോപാലടുത്തു യുദ്ധം ചെയ്താൻ. പിന്നെയങ്ങവർ തമ്മിലുണ്ടായ യുദ്ധങ്ങളെ ഇന്നു ചൊല്ലുവാൻ ഏറ്റം പണിയുണ്ട്. അതുകൊണ്ട് ബാണനും കുറഞ്ഞൊന്നു പൊരുതോരനന്തരം ക്ഷീണത കൊണ്ടു വാങ്ങി പിന്നത്തൻ മായാബലാൽ നാഗാസ്ത്രമേതു ബന്ധിച്ചിടിനാൻ. അനിരുദ്ധം വേഗേന കെട്ടിയിട്ടു ബാണനും ഗൃഹം പൊക്ക് സുന്ദരനിരുദ്ധനായ കാന്തനെ ബന്ധിച്ചെന്നു കേട്ടു ശതാനും എത്രയും ശോകത്തോടെ കരഞ്ഞവൾ വാണിതു ദുഃഖത്തോടും. വീരനാമനിരുദ്ധൻ നാഗാരിവാഹനനെ സ്മരിക്ക മൂലം കൊണ്ടു ഉഷയും ഗൗരി തന്നെ സ്മരിച്ചു ഭർത്തു രക്ഷ വരുത്തിക്കൊണ്ടിടുവാൻ. ആകയാൽ അനിരുദ്ധനേതുമേ നാഗാസ്ത്രത്തിൽ ശോകമൊന്നുമേ ഏറ്റതില്ലവൻ അറിഞ്ഞാലും സുന്ദരനായിടുന്നൊരനിരുദ്ധനെ പിന്നെ എങ്ങുമേ കാണായികയാൽ ദുഃഖിച്ച് ദ്വാരകയിലെല്ലാരും തിരഞ്ഞെങ്ങും കാണാഞ്ഞ് ദൈവഗതിയെല്ലാമെന്നുറച്ചു വാണിടിനാർ. 4 മാസം സുന്ദരനായിടുന്നൊരു അനിരുദ്ധനെ പിന്നെ എങ്ങുമേ കാണായികയാൽ ദുഃഖിച്ചു ദ്വാരകയിൽ എല്ലാരും തിരഞ്ഞെങ്ങും കാണാഞ്ഞു ദൈവഗതിയെല്ലാമെന്നുറച്ചു വാണിടിനാർ. 4 മാസം അക്കാലം ദ്വാരകയിൽ നാരദൻ താനും ചെന്നു സൽക്കരിച്ചതു മുകുന്ദാദികളതു നേരം. വൃത്താന്തമെല്ലാം അറിയിച്ചതു കൃഷ്ണനോടും ഉത്തമന്മാരാം യദുവീരന്മാരെല്ലാരോടും. വാർത്തകൾ കേട്ടു കൃഷ്ണൻ ചിത്തകോപവും പൂണ്ട് സാത്യകിവൃദ്ധിന്റെ സമ്പാദികൾ എല്ലാവരും രാമനും യദുസൈന്യമൊക്കെയും പുറപ്പെട്ടു ഭൂമിയും കീഴ്മേലാശുമറിയുമാറങ്ങനെ. അന്ന് ശോണിതപുര ബാണന്റെ കേതുപതു ഭിന്നമായത് കണ്ടു ബാണനും സന്നദ്ധനായി നിന്നിട്ടു. യാദവന്മാർ സൈന്യ സമ്മേളത്തോടും ചെന്നിതു.
ബാണൻ തന്റെ രാജ്യത്തു കിടന്നവർ കോട്ടതൻ മതിൽ കിടങ്ങെന്നിവ തകർത്തവർ കൂട്ടമിട്ടാർത്തു ചെല്ലും വരവു കണ്ടു ബാണൻ യാദവ സൈന്യത്തോട് അങ്ങാർ തടുത്തിരു വേഗം മോദമോടേറ്റം മതം ഉൾക്കൊള്ളു സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങിയോരോതരം എതിർത്തു ശിവഗണഭൂതവൃന്ദങ്ങളെല്ലാം ബാണനു ബന്ധുവായ ശങ്കരഗണങ്ങളും ഏണാംഗചൂടൻ താനും എതിർത്തു ശിവ 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 ഹരേ ശംഭോ ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ